ഏറെ നാളുകൾക്ക് ശേഷം ഇന്ത്യയുടെ വെറ്ററൻ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് മടങ്ങിവരാനുള്ള സാധ്യതകൾ സജീവമാവുന്നു. ഈ വർഷം ഓഗസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ഏകദിന ട്വന്റി പരമ്പരകൾ നിശ്ചയിക്കാൻ BCCI ശ്രമിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 3 ഏകദിന മത്സരങ്ങളും 3 ട്വന്റി മത്സരങ്ങളും അടങ്ങുന്ന പരമ്പര ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഓഗസ്റ്റ് മാസത്തിൽ നടക്കാനാണ് സാധ്യത. മുൻപ് ഈ സമയത്ത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നിശ്ചിത ഓവർ പരമ്പരകൾ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ആഭ്യന്തര പ്രശ്നങ്ങളിൽ ബംഗ്ലാദേശ് പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പര ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ മൈതാനത്തിറങ്ങുമെന്ന വാർത്തകൾ പുറത്തുവരുന്നത്. ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ശ്രീലങ്കയുടെ ആഭ്യന്തര ക്രിക്കറ്റ് ലീഗായ ലങ്കൻ പ്രീമിയർ ലീഗ് ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇതിനുശേഷം ലീഗിൻ്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തി. ഇതോടുകൂടി ആഗസ്റ്റ് മാസത്തിൽ ശ്രീലങ്കയും മത്സരങ്ങളില്ലാത്ത ഒരു രാജ്യമായി മാറി. അവസാനമായി 2024 ജൂലൈയിലായിരുന്നു ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ മൈതാനത്ത് ഏറ്റുമുട്ടിയത്. നിലവിലെ ഇന്ത്യൻ പരിശീലകനായ ഗൗതം ഗംഭീറിൻ്റെ ആദ്യ അസൈൻമെൻ്റ് ആയിരുന്നു പ്രസ്തുത പരമ്പര. ട്വന്റി പരമ്പരയിൽ ഇന്ത്യ വിജയം സ്വന്തമാക്കിയപ്പോൾ ഏകദിന പരമ്പരയിൽ ശ്രീലങ്ക ഇന്ത്യയെ ഞെട്ടിക്കുകയാണ് ഉണ്ടായത്. അതിനുള്ള പ്രതികാരം തീർക്കുക എന്ന ലക്ഷ്യവും ഇത്തവണ ഇന്ത്യക്കുണ്ട്. അതോടൊപ്പം വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നീ താരങ്ങൾ ഇന്ത്യയുടെ നീല ജേഴ്സിയിലേക്ക് തിരികെ എത്തുന്നു എന്ന പ്രത്യേകതയും ഈ പരമ്പരയ്ക്കുണ്ട്. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.